നമസ്കാരം. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടനയിൽ പൊട്ടിത്തെറി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലാണ് ഭിന്നത. സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സ്ഥാനത്തു നിന്നും നീക്കി. KN അശോക് കുമാറിനെയാണ് നീക്കിയത്. തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് അശോക് കുമാറും മറ്റ് 3 പേരും ഇറങ്ങിപ്പോയി. AKG സെന്ററിലായിരുന്നു സംസ്ഥാന കൗൺസിൽ യോഗം. ജനറൽ സെക്രട്ടറിക്ക് പകരം സെക്രട്ടറിമാർ ചുമതല നിർവഹിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹണി യോഗത്തെ അറിയിച്ചു. 4 മാസമായി ജനറൽ സെക്രട്ടറി യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. 3 കമ്മിറ്റികളിൽ പങ്കെടുക്കാത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് സംഘടനയ്ക്കുള്ളിൽ ചോദ്യമുയർന്നു. ഇതേ തുടർന്നാണ് കഴിഞ്ഞയാഴ്ച ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം ജനറൽ സെക്രട്ടറിയെ നീക്കാൻ തീരുമാനിച്ചത് എന്നും ഹണി പറയുന്നു. ഈ തീരുമാനം ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ സംഘടനാ അംഗങ്ങളുടെ പ്രതിനിധികളായി 386 പേരാണ് കൗൺസിലിൽ ഉള്ളത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 45. 2024 ഒക്ടോബറിലാണ് സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭാരവാഹി പാനൽ സംബന്ധിച്ച തർക്കം അനിശ്ചിതത്വത്തിലായതിനെ തുടർന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമടക്കം ഇടപെടുന്നതിലേക്ക് അന്ന് കാര്യങ്ങളെത്തി. MV ഗോവിന്ദൻ നിർദ്ദേശിച്ച പാനലിൽ തിരുത്തു വരുത്തിക്കൊണ്ടാണ് പ്രശ്നപരിഹാരത്തിനായി ഇടപെടൽ നടന്നതും ഭാരവാഹികളെ കണ്ടെത്തിയതും. അന്നു മുതലേയുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറിയിലേക്ക് വഴിമാറിയത്. ഇനി 5 മാസമാണ് കമ്മിറ്റിയുടെ കാലാവധി. ഇതിനിടെ സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല ജീവനക്കാരുടെ സംഘടന പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ലക്ഷങ്ങൾ ചിലവിട്ടുകൊണ്ട് ഡോക്യുമെന്ററി നിർമ്മിക്കുകയാണ്. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്താണ് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുക. കാരണഭൂതനും കാവലാളുമായി പിണറായിയെ പാടിപ്പുകഴ്ത്തിയതിന് പിന്നാലെയാണ് നേതാവിനെ ഇതിഹാസമായി വാഴ്ത്തിക്കൊണ്ട് ഡോക്യുമെന്ററി എത്തുന്നത്. 15 ലക്ഷം രൂപയാണ് ചിലവ്. നേമം സ്വദേശിയാണ് സംവിധായകൻ. നേതാവിന്റെ ജീവചരിത്രവും ഭരണ നേട്ടങ്ങളും നേതൃപാടവവും ഉൾക്കൊള്ളുന്നതാണ് പ്രമേയം. തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുന്ന പിണറായിക്കുള്ള സമ്മാനമായിട്ടാണ് CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഡോക്യുമെന്ററി ഒരുക്കുന്നത്. നേരത്തെ അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിന് പിണറായി എത്തുമ്പോൾ കേൾപ്പിക്കാൻ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് വിവാദമായിരുന്നു. വ്യക്തി, രാഷ്ട്രീയ ജീവിതം എന്നിവയും മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള നേട്ടങ്ങൾ, സംഭാവനകൾ എന്നിവയുമാണ് ഇതിവൃത്തം. 21-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സർക്കാരിന്റെ വാർഷികാഘോഷ വേളയിൽ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യും. സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറയുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് നൽകിയ സംഭാവനകൾ വിശദീകരിക്കുന്നതാണ് ചിത്രമെന്നാണ് അസോസിയേഷന്റെ വിശദീകരണം. നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെ വാഴ്ത്തിക്കൊണ്ട് ഗാനം ആലപിച്ചതും ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വ്യക്തി കേന്ദ്രീകൃത ആരാധനയ്ക്ക് പാർട്ടി എതിരാണ് എന്ന് പറയുമ്പോഴും പോഷക സംഘടനകൾ മുഖ്യമന്ത്രിയെ വാഴ്ത്തുന്നുവെന്നായിരുന്നു വിമർശനം. ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ എന്ന ഗാനം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പാടിയത്. സെൻട്രൽ സ്റ്റേഡിയം തന്നെയാണ് ഇതിനും വേദിയായത്.